എൻ്റെ പേര് സ്നോബി. ഇതെൻ്റെ മമ്മി ജെസ്സി. മമ്മിയാണ് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോജോ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് അമിയ. ഞാൻ കർണാടകനാണ്, പക്ഷേ മാരിഡ് ടു കേരള. എറണാകുളത്തേക്കാണ് കല്യാണം കഴിച്ച് വന്നേക്കുന്നത്. ഇപ്പോൾ അത് ഖത്തറിലാണ്. എനിക്ക് പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ടേ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പം മമ്മി 5th മന്തിലെ എന്നെ കാണാൻ വന്നു. വരുന്ന കാലം മുമ്പേ ഇവിടെ വന്ന് ഏപ്രിലിൽ ഉടമ്പടി വെച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അവിടെ വന്നതിന് ശേഷം എനിക്ക് ഓരോ മാസം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരും. പക്ഷേ ലാസ്റ്റ് 9th മന്ത് ആയപ്പം വാട്ടർ ബ്ലിക്കായി. പിന്നെ ബേബി മെക്കോണമിയും പാസ് ചെയ്തു. അവിടെ ഖത്തറിൽ നോർമൽ ഡെലിവറിക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തുള്ളൂ. അപ്പം അങ്ങനെ കുറേ 22 hours ഓൾമോസ്റ്റ് അവർ വെയിറ്റ് ചെയ്തു. ബേബി ഫുൾ മെക്കാനിയം പാസ് ചെയ്തു. ബേബിയുടെ ഹാർട്ട് റേറ്റൊക്കെ കൂടി. എനിക്ക് ഫീവർ അടിച്ചു. അങ്ങനെ കോഡൊക്കെ വിളിച്ചതിന് ശേഷം ലാസ്റ്റിന് എമർജൻസി ആയിട്ടാണ് കൊച്ചിനെ LSCസിന് എടുത്തത്. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായി. എന്തിനാണെന്ന് വെച്ചാൽ 22 hours ഒരു 22 hours വേണ്ട, 1 hour ഒരു മെക്കാനിയമിൽ ഒരു ബേബി കിടന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അത് സ്വാലോ ചെയ്തെങ്കിലോ അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്തെങ്കിലോ ബേബി 2 months വരെ ICUയിൽ കിടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. അപ്പം എന്താവും, ബേബി കിട്ടുമോ ഇല്ലെന്ന് വരെ ടെൻഷനായിരുന്നു. പക്ഷെ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെ. അപ്പം മമ്മി എപ്പോഴും കാശ് രൂപയൊക്കെ എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി ലാസ്റ്റ് എന്താവും കിട്ടില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ചപ്പോൾ മമ്മി സഞ്ചാരി മാതാവ് എങ്ങനെയും വന്ന് എൻ്റെ മോളെയും കൊച്ചിനെ രക്ഷിക്കണം, എൻ്റെ മോളെയും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് മമ്മി പ്രെയർ ചെയ്തു. അപ്പോഴന്ന് ലാസ്റ്റിന് ഒരു ലേഡി ഡോക്ടർ വന്ന് ഇല്ല എമർജൻസി ആയിട്ട് ഇപ്പോഴേ എടുക്കണം എന്ന് പറഞ്ഞിട്ട് LSCS എടുത്തു. മാധവൻ്റെ കൃപയെ സത്യമായിട്ട് ഒട്ടും ഇച്ചിരി പോലും മെക്കോനിയം കഴിച്ചിട്ടും ഇല്ലായിരുന്നു, ഇൻഹേലും ചെയ്തിട്ടില്ലായിരുന്നു. ദയവ് ചെയ്തിട്ട് NICയിൽ 2 days ജസ്റ്റ് ഒബ്സർവേഷന് മാത്രമാണ് കിടന്നത്. ബ്ലഡ് ടെസ്റ്റിലും ഏതിലും കൊച്ചിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡെലിവറിക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. എനിക്ക് ഇച്ചിരി ഇൻഫെക്ഷൻസൊക്കെ ആയിരുന്നു, പക്ഷെ മാതാവിൻ്റെ സഹായത്താൽ ഒന്നും പറ്റിയില്ല. വീട്ടിൽ വന്നപ്പം എനിക്ക് BP കൂടി. എല്ലാവരും വിചാരിച്ചു എനിക്ക് സ്ട്രോക്ക് അടിക്കുന്നു. ആ റേഞ്ചിൽ നല്ലോണം BP ഒക്കെ കൂടിയായിരുന്നു. അപ്പോൾ മമ്മി മാതാവിനെ വിടാണ്ട് തന്നെ പ്രാർത്ഥിക്കായിരുന്നു. ഹസ്ബൻഡും മമ്മിയും മാത്രമേ ഉള്ളൂ അവിടെ. എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുഞ്ഞാണ്, ഒരു 5 days ആയ കുഞ്ഞാണ്. എന്ത് ചെയ്യണമെന്നുള്ള ടെൻഷനിലായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് പോലും പറഞ്ഞു സ്ട്രോക്ക് അടിക്കാനുള്ളതാണ്. പക്ഷേ എന്ത് ദൈവം സഹായിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലായിരുന്നു. ഇപ്പം ബേബിക്ക് 2 month ആണ്. ഞാനും ബേബിയും രണ്ടുപേരും ഹെൽത്തി ആയിട്ടുണ്ട്. മാതാവിന് കൊടാനി കൊടും നന്ദി.